എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ നിന്നും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഏതെങ്കിലും വീഡിയോ കാണാൻ വിട്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള 2014 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 24 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫീച്ചർ അലൗസ് ടു ടൈപ്പ് വേർഡ്സ് ഇൻ എ പാരഗ്രാഫ് കണ്ടിന്യൂലി വിത്തൗട്ട് പ്രസ്സിംഗ് ദ എൻ്റർ കീ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ. ദ ഫീച്ചർ അലൗസ് ടു ടൈപ്പ് വേർഡ്സ് ഇൻ എ പാരഗ്രാഫ് കണ്ടിന്യൂലി വിത്തൗട്ട് പ്രസ്സിംഗ് ദ എൻ്റർ കീ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ. അതായത് ഏത് ഫീച്ചറാണ് നമ്മൾ പാരഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ എൻഡ്, അതായത് ഓരോ ലൈൻ്റെയും അവസാനം എൻ്റർ കീ പ്രസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഏതാണ്? വേർഡ് റാപ്പാണ്. വേർഡ് റാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കട്ട് ടു അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അൺഡു എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+Z ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഓഫ് ദ കണ്ടൻസ് ഓഫ് എ ടേബിൾ സെൽ ഡാഷ് ഈസ് യൂസ്ഡ്. അതായത് ഒരു ടേബിൾ സെൽസിലെ കണ്ടൻസിൻ്റെ വെർട്ടിക്കൽ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ഡയറക്ഷനാണ്. ടെക്സ്റ്റ് ഡയറക്ഷൻ. എ ഡയറക്ടറി വിത്തിൻ അനദർ ഡയറക്ടറി ഈസ്. A directory within another directory is sub directory. അപ്പോൾ സബ് ഡയറക്ടറി എന്നാണ് ഒരു ഡയറക്ടറീൻ്റെ ഉള്ളിൽ മറ്റൊരു ഡയറക്ടറി ഉള്ളതിനെ സബ് ഡയറക്ടറി എന്നാണ് പറയുന്നത്. ദ പേജ് നമ്പർ ഷോൺ ഓൺ ഡാഷ് പേജ്. ദ പേജ് നമ്പർ ഷോൺ ഓൺ ഡാഷ് പേജ്. അതായത് പേജ് നമ്പർ നമുക്ക് പേജിൻ്റെ ഏത് സൈഡിലാണ്, എവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത്? ആൻസർ എനിവേർ ഇൻ. അതായത് പേജ് നമ്പർ നമുക്ക് പേജിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പേജ് നമ്പർ കൊടുക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ബാർ ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോഗ്രാം. ഡാഷ് ബാർ ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോഗ്രാം. സ്റ്റാറ്റസ് ബാർ. അപ്പോൾ സ്റ്റാറ്റസ് ബാർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് പ്രോഗ്രാമിൻ്റെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ബാർ. ഡാഷ് ക്യാൻ സ്റ്റോർ ഡാറ്റ ഓൺ ബോത്ത് സൈഡ്സ്. അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ട് സൈഡിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ഡിവൈസ്? DVD ആണ്. DVD ആണ് രണ്ട് സൈഡിലും ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. Alt+F10 ഹെൽപ്സ് ടു. Alt+F10 എന്നുള്ളത് എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? മാക്സിമൈസ് ദ പ്രോഗ്രാം വിൻഡോ. അതായത് പ്രോഗ്രാം വിൻഡോനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Alt+F10 ഹെൽപ്പ് ചെയ്യുന്നത്. ടു ക്ലോസ് എ ഡോക്യുമെൻറ്റ് പ്രസ്. ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രസ് ചെയ്യേണ്ടത്? Ctrl+W. Ctrl+W എന്നുള്ളതാണ് ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ഡാഷ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് വർക്ക്ഷീറ്റ് ദാറ്റ് സമ്മറൈസസ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. ഡാഷ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് വർക്ക്ഷീറ്റ് ദാറ്റ് സമ്മറൈസസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിവറ്റ് ടേബിൾസ് ആണ്. പിവറ്റ് ടേബിൾസ് എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് വർക്ക്ഷീറ്റ്സ് ആണ്. അതിൽ നമുക്ക് വലിയ എമൗണ്ട് ഓഫ് ഡാറ്റേനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഇപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് സമ്മറൈസ് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിവറ്റ് ടേബിൾസ്. സ്റ്റൈൽ ഗാലറി ഈസ് ഇൻ ഡാഷ് മെനു. സ്റ്റൈൽ ഗാലറി ഈസ് ഇൻ ഡാഷ് മെനു. ഫോർമാറ്റ് മെനുവിലാണ് സ്റ്റൈൽ ഗാലറി ഉള്ളത്. എ ഡാഷ് ഡിറ്റർമൈൻസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഡോക്യുമെൻറ്റ് ആൻഡ് കണ്ടെയ്ൻസ് ഡോക്യുമെൻറ്റ് സെറ്റിംഗ്സ്. എ ഡാഷ് ഡിറ്റർമൈൻസ് ദ ബേസിക് സ്ട്രക്ചർ ഫോർ എ ഡോക്യുമെൻറ്റ് ആൻഡ് കണ്ടെയ്ൻസ് ഡോക്യുമെൻറ്റ് സെറ്റിംഗ്സ്. ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടെംപ്ലേറ്റ്സ് ആണ്.
Which feature will you opt when last 3 words are spill over to next page and you want it to be in the current page? അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് 3 വേർഡ്സ് അടുത്ത പേജിലേക്ക് വന്നുപോയി. അപ്പോൾ അതിന് കറൻറ്റ് പേജ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പേജിലേക്ക് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏത് ഫീച്ചറാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക? സ്ട്രിങ് ടു ഫിറ്റ് ആണ്. സ്ട്രിങ് ടു ഫിറ്റ്. Delete erases one character to the last dash of the insertion point. Delete erases one character to the dash of the insertion point. റൈറ്റ് ആണ് വരുന്നത്. ഡിലീറ്റ് എറേസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇൻസേർഷൻ പോയിൻ്റ് റൈറ്റ് സൈഡിലേക്കാണ് ഡിലീറ്റ് ഒരു ക്യാരക്ടർ എറേസ് ചെയ്യുന്നത്. അതേസമയം ഡിലീറ്റ് അല്ലാതെ നമ്മൾ ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഇൻസേർഷൻ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ക്യാരക്ടറാണ് ഡിലീറ്റ് ആവുക, ഇറേസ് ആവുക. ഫോർ സെലക്ടിങ് എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ട്രിപ്പിൾ ക്ലിക്ക് ഇൻ ദ പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യാം. ഡാഷ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് എ വേർഡ് ഇൻ എ ലോങ് ഡോക്യുമെൻറ്റ്, ഒരു വലിയ ഡോക്യുമെൻറ്റിൽ ഒരു വേർഡിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ഫൈൻഡ് ആണ്. ഫൈൻഡ്. ഡാഷ് മാർജിൻ ഈസ് യൂസ്ഡ് ടു ആഡ് അഡീഷണൽ സ്പേസ് ടു എ ഡോക്യുമെൻറ്റ് ദാറ്റ് വിൽ ബി ബൗണ്ട്. അതായത് ഏത് മാർജിനാണ് നമുക്കിപ്പോൾ ബൈൻഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ സ്പേസ് വേണം ആ ഒരു സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർജിൻ ഏതാണ്? ഗട്ടർ മാർജിനാണ്. ബൈ ഇൻസേർട്ടിംഗ് ഡാഷ് വൺ ക്യാൻ ഈസിലി മൂവ് ടു സ്പെസിഫിക് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് വിത്തൗട്ട് സ്ക്രോളിംഗ്. By inserting dash, one can easily move to specific text in a document without scrolling. ബുക്ക് ആണ്. ബുക്ക് മാർക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ സ്പെസിഫിക് ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. ഡാഷ് ഈസ് യൂസ് ടു റെഡ്യൂസ് ഓർ എൻലാർജ് ദ പ്രിൻറ്റ്. ഏത് ഓപ്ഷനാണ് പ്രിൻറ്റിനെ എൻലാർജ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ ഉപയോഗിക്കുന്നത്? സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ്. ആൻ ഐക്കൺ ഈസ് ഒരു ഐക്കൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിക് ഇമേജ് ആണ് ഐക്കൺ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ സ്റ്റോറേജ് ഏരിയ ഫോർ ഐറ്റംസ് ദാറ്റ് ഹാവ് ബീൻ കട്ട് ഓർ കോപ്പീഡ്. അതായത് നമ്മൾ ഒരു ഡോക്യുമെൻറ്റിൽ കട്ട് ചെയ്തും കോപ്പി ചെയ്തിട്ടുള്ള ഐറ്റംസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലിപ്പ് ബോർഡിലാണ്. ക്ലിപ്പ് ബോർഡുമായിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലിപ്പ് ബോർഡിൽ കട്ട് ചെയ്ത അല്ലെങ്കിൽ കോപ്പി ചെയ്ത ഐറ്റംസ് എത്ര ഐറ്റംസ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റുള്ള വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ മൂവിങ് ഡാഷ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ദ വാല്യൂ ഡിക്രീസസ്. ബൈ മൂവിങ് ഡാഷ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ദ വാല്യൂ ഡിക്രീസസ്. സ്ലൈഡറാണ്. അതായത് സ്ലൈഡർ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഡിക്രീസ് ആവും. ബോൾഡ്, ഇറ്റാലിക് ആൻഡ് റെഗുലർ ആർ. ബോൾഡ്, ഇറ്റാലിക്, റെഗുലർ തുടങ്ങിയതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോണ്ട് സ്റ്റൈൽസ് ആണ്. ഫോണ്ട് സ്റ്റൈൽസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 24 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.